വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാമോ? അബുദാബിയിലുള്ള BAPS ഹിന്ദു മന്ദിറിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ പണ്ട് നാട്ടിലായിരുന്ന ടൈമിൽ റീൽസിലൊക്കെ ഒരുപാട് കാണുമ്പോഴത്തേക്കും ആഗ്രഹിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു രീതി ഞങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത ടൈമിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എന്ന് വെച്ചാൽ ആ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ BAPS ഹിന്ദു മന്ദിറിൻ്റെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 3 പേരും ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടത്തി തലേ ദിവസമാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എമിറേറ്റ്സ് ID ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പാസ്പോർട്ട് വെച്ച് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾ വരുന്ന വഴി അത്രയും നോക്കിയായിരുന്നു, പക്ഷേ നടക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് കയറാം എന്നുള്ള ചേട്ടൻ്റെ ഒരു പാസ് വെച്ച് കാണിച്ച് കയറാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു താഴെ ഒരു രജിസ്ട്രേഷൻ പോർട്ടലുണ്ട്, അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്ത് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. കാശിക്കുണ്ടാണെങ്കിൽ പുതിയൊരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ഫുൾ ഒരു ഫെസ്റ്റീവ് വൈബ് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ നേരെ രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഹാൻഡ് ബാഗും അതുപോലെ തന്നെ നമ്മളതിൽ ഹെവി ബാഗ്സൊക്കെ ഉള്ളവർ ഇതേ കണക്ക് ക്യൂ നിൽക്കേണ്ടി വരും. എൻ്റെ ആകെ ജസ്റ്റ് ഒരു ഫോൺ മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ചേട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പേഴ്സും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കടത്തി വിട്ടു കേട്ടോ. പിന്നെ എന്തുവാ, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് ഒത്തിരി കാണാനുമൊക്കെ ഉണ്ട് കേട്ടോ. നേരെ കുറച്ച് അകത്തോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ കൊണ്ടുവരാനുള്ള സ്ഥലമാണ്. പിന്നെ എവിടെ ആദ്യമായിട്ട് ചെല്ലുന്നവർക്കായിരുന്നാലും നമുക്കിങ്ങനെ അറിയാണ്ടിരിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എവിടെയും ഇങ്ങനെ ഓരോ ബോർഡൊക്കെ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ചെരുപ്പുകളൊക്കെ വെക്കാൻ ഒരു പ്ലേസ് കണ്ടുപിടിക്കണമായിരുന്നു. അതെവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ അതും ഹെൽപ്ഫുള്ളായത് ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡ്സ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കതൊക്കെ ഹെൽപ്ഫുള്ളായത്. പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് വരണമെന്ന് റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാം പകൽവെട്ടത്തിൽ മാത്രമുള്ള റീൽസാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി ഒരു നൈറ്റ് ടൈം കാണാനാണ്. ഞങ്ങൾ ഏകദേശം ഒരു 4-4:30ക്കുള്ള രജിസ്ട്രേഷൻ പോർട്ടലിലാണ് കേട്ടോ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കയറാനുള്ള. അപ്പോൾ ആ ഒരു ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആപ്റ്റായിരിക്കും. കാരണം പകൽ വെളിച്ചത്തിൽ ഫോട്ടോസും എടുക്കാം, എന്നാൽ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഫുൾ ബ്യൂട്ടി ഒരു സന്ധ്യാ പൂജയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാണാനാണ് കേട്ടോ രസം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഷൂസ് വെക്കാനുള്ള പ്ലേസ് കണ്ടുപിടിച്ചു. അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഈ വെള്ളം ഇങ്ങനെ അമ്പലത്തിൻ്റെ നെടുനീളനെ സ്പേസിലായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ ഒരു ക്രിയേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂസ് വെക്കുന്ന സ്പേസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് ഷൂസൊക്കെ വെച്ചിട്ട് ഇനി നേരെ അമ്പലത്തിലേക്ക് പോകാം എന്നുള്ള ഇതാണ്. ഈ ഷൂസ് വെക്കുന്ന പ്ലേസ് നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അകത്തോട്ട് നടക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അത്രയ്ക്കും ഒരു എന്ത് സ്ഥലമായിരുന്നാലും നല്ല ഭംഗിയുള്ളതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഈ മണി വെച്ചിരുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാശിക്കുണ്ടിൻ്റെ അടുത്ത് അതിലിങ്ങനെ ഒരു കൊട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര പേടിയായി. പിന്നെ എന്തായിരുന്നാലും ഇത്രയും പടിക്കെട്ടുകളൊക്കെ കയറി അങ്ങ് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ഛനും മോനും ഒക്കെ നേരത്തെ ഓടി കയറി, പുറകെ തന്നെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തായിട്ട് ഇങ്ങനെ പ്രസാദം വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ജസ്റ്റ് കുങ്കുമം മാത്രമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സാധാ നാട്ടിലെ അമ്പലത്തിലൊക്കെ പോലെ തീർത്ഥം അങ്ങനെയൊന്നും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ അവിടെ ലൈറ്റൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുവാണ്. കാശിക്കുണ്ടാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അവൻ്റേതായ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ആൾ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞ് കയറി വരുന്ന ടൈമിൽ പാർക്കിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അയ്യോ ഇന്ന് ഒട്ടും തിരക്കുണ്ടായിരിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ ടൈം കൂടുന്തോറും ആൾ കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. നല്ല കൺജസ്റ്റഡ് ആയിട്ട് എനിക്കങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിനകത്ത് നമുക്ക് ഫോണും വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഫോണും കൊണ്ടുപോകാം, പക്ഷെ നമുക്ക് ഓണാക്കാനോ യൂസ് ചെയ്യാനോ പറ്റത്തില്ല. അത് ഫുൾ ഗാർഡ്സ് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും നമ്മൾ വീഡിയോഗ്രാഫി ആയിട്ടോ ഫോട്ടോഗ്രാഫി ആയിട്ടോ ഒന്നും എടുക്കാനും പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്ട്രിക്റ്റായിട്ട്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കണം.
പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ അങ്ങ് നടന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. തൊഴുതിറങ്ങിയതിന് ശേഷം ചുറ്റും ഇങ്ങനെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. 2-3 എൻട്രൻസ് സൈഡിലായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴും അവിടെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഡിസംബർ മാസത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ലേറ്റായി. അതുകൊണ്ടാണ് ആ ഒരു ടൈമിലൊക്കെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്ന് കാണാമെന്നേ ഉള്ളൂ. ഫുൾ കൊത്തുശില്പങ്ങളാണ്. അങ്ങനെ നടന്ന് കാണാം. ചുറ്റും വെള്ളക്കെട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് കാശിയും കുറച്ച് കലമ്പായിരുന്നത് കൊണ്ട് തന്നെ കിച്ചുവേട്ടൻ മാക്സിമം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവനവൻ്റെ തന്നെ സ്വഭാവം കാണിക്കും. അപ്പോൾ പിന്നെ അവനെയും ഹാൻഡിൽ ചെയ്തിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും കിച്ചുവേട്ടൻ എന്തായിരുന്നാലും നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയല്ലോ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ട് അവിടെ ഗംഗാ ആരതി നടക്കുന്നത് വൈകിട്ട് 6:30 കഴിഞ്ഞിട്ടാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടൈം ഒരു പുള്ളിക്കാരനെ പിടിച്ചു നിർത്താനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചും പുള്ളിക്കാരൻ തന്നെ ഡ്രൈവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമെന്ന് വിചാരിച്ചിട്ടാണ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ മാക്സിമം എന്നെക്കൊണ്ടാവുന്നത് വരെ ഞാൻ ലേറ്റാക്കി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്തായിരുന്നാലും ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടം വരെയൊക്കെ വന്നു. അപ്പോൾ പിന്നീട് ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായിരുന്നാലും അതും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അവിടെ അങ്ങോട്ട് പൂജയില്ല എന്ന്. ചില ഡേയ്സ് മാത്രമേ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പടിക്കെട്ട് തീരെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഗാർഡ് പറയുന്നുണ്ടായിരുന്നു താഴെയും ഒരു അമ്പലമുണ്ട് ഉള്ളിലായിട്ടെന്ന്. പിന്നെ അവിടെയും കൂടെയൊക്കെ പോയി കണ്ടിട്ട് വന്നു. അത് കുറേ സ്വാമിമാരുടെ ഒരു പ്രതിഷ്ഠ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടേക്ക് ഞങ്ങൾ ചുറ്റും ഒന്ന് നടന്ന് കണ്ടിട്ട് നേരെ താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പം ഫുള്ള് അവിടെ നടന്ന് കാണാനുള്ളത് ഫുള്ള് കണ്ടു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഇതാണ് ആ അമ്പലത്തിൻ്റെ വ്യൂ. ലൈറ്റൊക്കെ വന്ന് നല്ല ഭംഗിയായിരുന്നു. ഫുള്ളും ഒരു എന്തുവാ പറയുക, അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ അമ്പലം അപ്പം കാണാൻ വേണ്ടിയിട്ട്. ബാക്കിലിങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ആ അമ്പലത്തിൻ്റെ ഭംഗിയും അതെല്ലാം നല്ല രസമാണ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നല്ല തിരക്ക് കൂടി വന്നു കേട്ടോ. പിന്നെ എത്രയും പെട്ടെന്ന് ചെരുപ്പൊക്കെ പോയി എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം പിന്നീട് അതിനകത്തൊക്കെ നല്ല റഷ് ആവുമെന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു എൻട്രൻസ് ആദ്യം എനിക്ക് ഡൗട്ടായിരുന്നു. ഇതെനിക്ക് 2 എൻട്രൻസ് ഉണ്ട്, ഏതിലൂടെയാണ് പോകുന്നതെന്ന് വിചാരിച്ചപ്പോൾ ഗിജോനാണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെയാണ് വെച്ചിരുന്നത്. പുള്ളി എന്തോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നേരെ പോയി ചെരുപ്പൊക്കെ കാശിക്കുട്ടനാണെങ്കിൽ തിരക്ക് കൂടി വന്നപ്പോഴത്തേക്കും അവൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് നേരെ നടന്നു പോകുന്ന വഴിയാണ് കണ്ടത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ കയറാമെന്ന് കിച്ചോടെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വേണ്ട, മിക്കവാറും എന്തായിരുന്നാലും നല്ല റേറ്റ് ആയിരിക്കും അവിടെ ഫുഡിനും കാര്യത്തിനും ഒക്കെ. അതുകൊണ്ട് തന്നെ അവിടെ കയറണമെന്ന് വിചാരിച്ചു. പിന്നെ തൽക്കാലം വിശപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങുന്ന വഴിയാണ് കണ്ടത് അവിടെ ഒരു പ്രസാദം കൗണ്ടർ ഉണ്ട് എന്ന്. പിന്നെ ഇങ്ങനെ ഒരു വാട്ടർഫോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫൗണ്ടനാണിത്. പക്ഷേ അത്യാവശ്യം ഇരുട്ടായി പോയതുകൊണ്ട് അങ്ങോട്ട് കാണാനൊന്നും നല്ല വ്യക്തമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകാൻ വിചാരിച്ച സമയത്താണ് അവിടെ പ്രസാദം കൗണ്ടർ കണ്ടത്. പിന്നെ അവിടെ പോയി പ്രസാദവും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ രണ്ടുപേർക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്പലമൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും കിച്ചുവേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ല, കൊള്ളാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചേട്ടത്തിക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബർദുബായ് അമ്പലത്തിന് പോയതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെയാണ് പ്രസാദം കൗണ്ടർ കേട്ടോ. നമുക്ക് ഈ ഒരു കഞ്ഞിയാക്കി അതിൽ സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു തരുന്നൊരു ഫീലാണ് ആ സാധനം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഫില്ലിംഗ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാശി പിന്നെ അതിന് കഴിക്കാനൊന്നുമില്ല, അവന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിങ്ങിലോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു കേട്ടോ. കാരണം ഇത്രയും വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തായിരുന്നു, വന്നപ്പോഴത്തേക്ക് ഇത്രയും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ആ ടൈമിൽ കടന്നു പോയത് കേട്ടോ. പിന്നെ ഏതാണ്ട് ദൂരം അമ്പലം കാണാൻ എന്ത് ഭംഗിയായാലും കണ്ടിട്ടും മതി വരുന്നില്ല. തിരിച്ചു പോകുമ്പോഴും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, കാറിലിരിക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ പോകുന്ന വഴി എത്രയും പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്ക് കാണാം കേട്ടോ. എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ഒട്ടും ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.